നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു വ്യക്തി കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒരു ഡിവോഴ്സായ ഒരു സ്ത്രീയുടെ കാര്യം വീഡിയോ കണ്ടപ്പം എനിക്കൊത്തിരി വിഷമം തോന്നി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നേരെ തിരിച്ചാണ്, എല്ലാവരുടെ ജീവിതത്തിലും അതുപോലെ അല്ല നടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നോട് പറയാൻ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു വീട്ടിലെ ഒറ്റ മകനാണ്. അതായത് ആൺകുട്ടിയായിട്ട് ഒരാളേ ഉള്ളൂ, സഹോദരിയായിട്ടൊരു സ്ത്രീയുണ്ട്. ഈ മകൻ കല്യാണം കഴിച്ചു, ഭാര്യയുണ്ട്, അവർക്കൊരു കുഞ്ഞായി. പക്ഷെങ്കിൽ ഈ അമ്മായപ്പനും അമ്മായിമ്മയും തമ്മിൽ മരുമകളോട് ഭയങ്കര വഴക്കാണ്. ഇയാൾ വരുമ്പം മരുമകളുടെ ഒരുപാട് കുറ്റങ്ങൾ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മനുഷ്യൻ അപ്പനും അമ്മയും പറയുന്ന കാര്യത്തിനോട് കേട്ട് ഭാര്യയോട് കുറേയൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു ദാമ്പത്തിക ബന്ധം വളരെയധികം മോശമാകുകയും അവർ ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് പോവുകയും അങ്ങനെ ഡിവോഴ്സ് ആകുകയും ചെയ്തു. അങ്ങനെ ഡിവോഴ്സ് ആയി കഴിഞ്ഞപ്പോൾ ഈ അപ്പനും അമ്മയും മുൻകൈ എടുത്ത് ഈ മകനെ വീണ്ടും കല്യാണം കഴിപ്പിക്കും. അപ്പം ആ മകൻ ഓൾറെഡി ഒരു വിവാഹം മോചനം നേടി രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിവാഹം ഫെയിലർ ആകരുതെന്ന് കരുതി അയാൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രണ്ടാമത് വന്ന മരുമകളുമായിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പനും അമ്മയും വഴക്കായി. അപ്പം പല പ്രശ്നങ്ങളും ഈ മരുമകളെപ്പറ്റി മകനോട് പറയുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ ഒരു പ്രാവശ്യം ആയപ്പം ഈ മോൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ഫോൺ റെക്കോർഡിംഗ് ഒക്കെ ഇവൻ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇയാൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഒരു കാര്യം പിടികിട്ടി, അപ്പനും അമ്മയും മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൊസസീവാണ്. അതായത് മകനെ അവർക്ക് ആവശ്യമുണ്ട്, മരുമകളെ അവർക്ക് ആവശ്യമില്ല. അപ്പം മരുമകൾ അവരുടെ കീഴിൽ ഒരു അടിമയെപ്പോലെ കഴിഞ്ഞോണം, മകൻ്റെ ഭാര്യയായിട്ട് അവർക്ക് അംഗീകരിക്കാൻ വയ്യ. അതാണ് പ്രശ്നം. മകൻ ഈ കാര്യം മനസ്സിലാക്കുകയും ഏറ്റവും കൂടുതൽ മകൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ സഹോദരിയാണ് ഇതിനകത്തെ മെയിൻ വില്ലത്തി എന്ന് പറഞ്ഞു. അവരെ വിളിച്ച് ഈ അമ്മയെ പലപ്പോഴും ചാണകേറ്റുകയും അവളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ മകൻ്റെ ആദ്യത്തെ ഭാര്യയുടെ ആദ്യത്തെ കെട്ടിലെ ഒരു കുഞ്ഞ് ഇടയ്ക്ക് വീട്ടിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനോടും ഈ അപ്പനും അമ്മയും കൂടെ പറഞ്ഞ് അവളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റുന്ന വെച്ചാൽ അപ്പന് എന്നോട് സ്നേഹമില്ല, അപ്പൻ ഇപ്പം വന്ന അമ്മയോടാണ് സ്നേഹം, അങ്ങനെ ഇങ്ങനെ ആ മകളുടെ മനസ്സിലേക്കും വിഷം നിറയ്ക്കുകയാണ്. അപ്പോൾ മകൻ അങ്ങനെ അവസാനം അപ്പനും അമ്മയോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാകുകയും വിഷമിച്ച് മകൻ ലാസ്റ്റിൽ വഴക്കുണ്ടാവേണ്ട പ്രശ്നം ഉണ്ടാവണമെന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മകനെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് മകൻ ചെല്ലുമ്പം എന്താ സംഭവിച്ചാൽ പോലീസുകാർ പറയുന്നത് അപ്പനും അമ്മയും മകനെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പം പോലീസുകാർ ചോദിച്ചു, എന്താണ് അപ്പനോടും അമ്മയോടും ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അവർ പറയുന്നത് വളരെ നിസ്സാരപ്പെട്ട സംഭവങ്ങളാണ്. മരുമകളെപ്പറ്റി പറയുന്ന വളരെ നിസ്സാരപ്പെട്ട സംഭവം, ചൂടുവെള്ളം വെച്ചെന്നോ അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തില്ലെന്നോ പാല് തിളച്ച് പോയെന്നോ എന്താ പറയുക മുറ്റം അടിച്ചില്ലെന്നോ, ഇങ്ങനെയൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങൾ. അപ്പം ഈ പോലീസിലെ ഒരു വനിതാ SI ആണ്. അപ്പോൾ അവർ ചോദിച്ചു, ഇതൊക്കെ വലിയ കാര്യങ്ങളാണോ? ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ, ഇതിനൊക്കെ നിങ്ങൾ എന്തിനാ പ്രതികരിക്കേണ്ട ആവശ്യം എന്താ? ഒക്കെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ രണ്ടായിട്ട് വീട് വെക്കാം, 2 അടുപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2 അടുപ്പ് ചെയ്ത് മുന്നോട്ട് പോയപ്പം ഈ അമ്മായപ്പൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവരുടെ മെയിൻ അടുക്കളയിൽ നിന്നാണ് രണ്ടാമത്തെ അടുക്കളയിലോട്ടുള്ള പൈപ്പിൻ്റെ കണക്ഷൻ പോകുന്നത്. ഇയാളതങ്ങ് ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അവർക്ക് വെള്ളം കിട്ടത്തില്ല, ആകപ്പാടെ പ്രശ്നമായി. പിന്നെയും വഴക്കായി ബഹളമായി. മകൻ അവസാനം ഈ വീട്ടിൽ നിന്ന്, സ്വന്തം മകൻ, ഒരേ ഒരു മകൻ, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വേറൊരു വീട്ടിലേക്ക് താമസമായി. എന്നാൽ ഈ സമയം കൂടെ നിൽക്കേണ്ട അല്ലെങ്കിൽ അപ്പനും അമ്മയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സഹോദരി പോലും ഈ മകൻ്റെ കൂടെ നിൽക്കാതെ അപ്പൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുകയാണ്. അവൻ പോട്ടെ എന്നുള്ള രീതി തന്നെ. അപ്പം എന്നടുത്ത് അദ്ദേഹം വിളിച്ച് സംസാരിച്ച് വളരെ വിഷമത്തിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അപ്പനും അമ്മയും ഉണ്ട് സാറേ എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഞെട്ടൽ വന്നു. കാരണം നമ്മുടെ അപ്പനും അമ്മയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇങ്ങനെയൊക്കെയുള്ള മെൻറ്റാലിറ്റിയുള്ള ആളുകളുണ്ടോ എന്നൊരു സംശയം. പക്ഷേ വേറൊരു വ്യക്തി എന്നോട് പറഞ്ഞു, ഒറ്റ മകനാണ്, അമ്മ മുൻകൈ എടുത്ത് മകൻ്റെ കല്യാണം നടത്തി. മകൻ കല്യാണം കഴിച്ച് അപ്പൻ ഗൾഫിലേക്ക് തിരിച്ചു പോയി. ഈ അപ്പൻ ഗൾഫിൽ പോയി കഴിഞ്ഞ് ആദ്യത്തെ ദിവസം മകൻ കിടക്കാൻ ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ചെസ്റ്റ് പെയിനായി. അമ്മയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ഡോക്ടർ നോക്കിയിട്ടൊക്കെ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ഒരു ദിവസം കിടക്ക്, നെക്സ്റ്റ് ഡേ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അടുത്ത ദിവസം ഇതേപോലെ രാത്രിയാകുമ്പോൾ അമ്മയ്ക്ക് വീണ്ടും ചെസ്റ്റ് പെയിൻ ആവും. പിന്നെ ആശുപത്രിയിൽ പോകുന്നു. അങ്ങനെ ഇതൊരു 3-4 ദിവസമായിട്ട് കൂടിയ സമയത്ത് ഈ ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി ഇയാളുടെ അപ്പൻ്റെ കൂട്ടുകാരനാണ്. അയാൾ മറ്റേ ഗൾഫിലുള്ള അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകന് ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ നീ ഉറപ്പായിട്ട് ഇവിടെ ഗൾഫിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു.
കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മകൻ കല്യാണം കഴിച്ചത് അമ്മയുടെ സമ്മതത്തോടൊക്കെ തന്നെയാണ്. പക്ഷേ ഭാര്യയുടെ കൂടെ പോകുമ്പം തൻ്റെ കയ്യിൽ നിന്ന് മകൻ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ചിന്തയാണ്. ഇതൊരു അപ്പനും അമ്മയ്ക്കും, ചില അപ്പനും അമ്മമാർക്കും ഉണ്ടാകുന്ന ചില മാനസികമായ ചില പ്രശ്നമാണ്. ഇത്രയും നാളും കൂടെ നിന്ന മകൻ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരുമ്പോൾ അവർക്ക് വിട്ടുകൊടുക്കാൻ വയ്യ. ഇത് കാരണം മരുമകളെ അകറ്റുന്നത് കാരണം നശിക്കുന്നത് മകൻ്റെ ജീവിതമാണെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. എന്നോട് ആ മനുഷ്യൻ വളരെ വിഷമിച്ച് എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ആദ്യത്തെ കല്യാണത്തിലൊരു കുഞ്ഞുണ്ട്, രണ്ടാമത്തെ കല്യാണത്തിലൊരു കുഞ്ഞുണ്ട്, ആ സ്ത്രീക്ക് ഇതിന് മുമ്പത്തെ ഒരു കല്യാണത്തിലൊരു കുഞ്ഞുണ്ട്. അപ്പനും അമ്മയും യാതൊരുമായ രീതിയിൽ സഹായം ചെയ്യുന്നില്ല. ഞാൻ ഒറ്റ മകനായിട്ട് ഞാൻ വാടകയ്ക്ക് കഴിയുകയാണ്, എനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിലാണ് പോകുന്നതെന്ന്. പല വീട്ടിലും ഇത്രയും അപ്പനും അമ്മമാരുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ മരുമകളുടെ കണ്ണീര് കാണാൻ പോകുമ്പോൾ മകൻ്റെ ജീവിതം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. സത്യം പറഞ്ഞാൽ എല്ലാവരും റീത്തിങ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു.